വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കോവയ്ക്ക അവിയൽ തയ്യാറാക്കിയാലോ. കോവയ്ക്ക ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. നല്ല പിഞ്ച് കോവയ്ക്കാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി അതിലേക്കൊരു 5 പച്ചമുളക് നടുവെ പിളർന്നത് ഇട്ട് കൊടുക്കുക. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു തവി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പകുതി വേവായി കഴിഞ്ഞാൽ അരപ്പ് കൂടി അരയ്ക്കാം. അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 6 വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുക്കുക. ഇനി അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒരു മാങ്ങ പുളിയതും കൂടി ചേർത്ത് നമ്മളിനി അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മാത്രം വെള്ളം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ആവി വന്നു കഴിഞ്ഞാൽ ഒരു 8 ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ചതച്ചത് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ആവി വന്നു കഴിഞ്ഞാൽ അവിയൽ റെഡി.